ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല. ആകെ നമ്മുടെ കുക്കറ് ചതിച്ചിട്ടുണ്ട് ട്ടാ. കാലത്ത് ചോറ് വെച്ചപ്പോൾ അതായിരുന്നു അവസ്ഥ. വൈകുന്നേരം ചോറ് വെച്ചപ്പോൾ ദേ മുഴുവൻ കഞ്ഞിവെള്ളവും പുറത്തായിരുന്നു ട്ടാ. ശരി അതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റാണ് ട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ നാളായിട്ടാ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ചെമ്മീൻ വാങ്ങിയിട്ട് വന്ന്. പക്ഷേ അതിന് 450 രൂപയാണ് ട്ടോ വലുതിന് വില. ഇതാവുമ്പോൾ ചെറുത് 250 രൂപയുള്ളൂ. നേരാക്കും വേണ്ട നമ്മൾ. ദേ എല്ലാം നേരാക്കി കഴിഞ്ഞപ്പോൾ ദേ ഇത്രയാണ് ട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞിട്ടിട്ട് അവസാനം നമ്മൾ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ട്ടോ. ഇനി ഇത് ഫ്രൈ ആയി കഴിഞ്ഞ ശേഷം ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കി മിക്സൊക്കെ ഇട്ട് നമ്മൾ വഴറ്റുന്നത്. അപ്പോൾ എണ്ണ ആവശ്യമെങ്കിൽ ഒന്നുകൂടി കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പെരുംജീരകം, കറിവേപ്പില, എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തക്കാളിയും ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, മുളക് പൊടി, പിന്നെ ഞാൻ ചതച്ചിടാൻ പറഞ്ഞു ട്ടോ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് അതുകൂടി ഇട്ടെടുത്തിട്ട് അതൊന്ന് പച്ചമണം പോയ ശേഷം ഉണ്ട് ഈ പൊടികൾ അതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അവസാനം ഗരം മസാലയും ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോയ ശേഷം നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം ട്ടോ. അതായത് ചെറുതായിട്ടൊരു ഗ്രേവി അല്ല, ഇത് അവസാനം ആകുമ്പോൾ റോസ്റ്റ് ആകും. അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അതൊന്ന് തിള വന്നതും നമുക്ക് അതിലേക്ക് ചെമ്മീൻ വറുത്ത് വെച്ചത് കൂടി ഇട്ട് കൊടുക്കാം ട്ടോ. എന്നിട്ട് അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലോണം റോസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ വെള്ളം അധികം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. എനിക്ക് നല്ലോണം റോസ്റ്റ് ആവണം. ഇതുപോലെ ആയിട്ടുണ്ട്. ആ ടൈമിലാണ് നമ്മുടെ ചോറെല്ലാം പോകും എല്ലാം ചെയ്തത്. ആകെ പണിയായിരുന്നു എല്ലാം കഴിയുമ്പോഴേക്കും. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം വേഗം പോയി കുളിക്കായിരുന്നു കേട്ടോ. വന്ന് കഴിഞ്ഞിട്ട് നമ്മളിതേ ചോറുണ്ണാൻ പോണ്. എനിക്ക് ഇതുപോലുള്ള ചെമ്മീൻ റോസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയും വേണ്ട ട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് തൈര് ഉണ്ടെങ്കിൽ തന്നെ ധാരാളം ട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അങ്ങനെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.